പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാത്തെ വചനശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ വലിയ സന്തോഷമാണ് വട്ടാരച്ചിൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെ വീണ്ടും കാണാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കർത്താവ് അനുവദിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ഇതെല്ലാം നടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സാധാരണഗതിയിൽ ധ്യാനമാണെങ്കിലും അഭിഷേകതയാണെങ്കിലും ശുശ്രൂഷകൾക്ക് മുമ്പ് സാധാരണ കുറേ സമയം നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കും. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ പ്രൈസ് ആൻഡ് വർഷിപ്പ് സ്തുതിപ്പ് നടത്തുന്ന നിസ്സാരമായിട്ട് കരുതരുത്. ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും, അതൊക്കെ ഒരു സൈഡ്, പിന്നെ ക്ലാസ്സിൻ്റെ സമയത്താണ് ശരിക്കും, പിന്നെ ആരാധന എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി നല്ലോട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കും, അത്ഭുതകരമായിട്ട് ഈശോ ഇടപെടും. ഞാൻ ഓർക്കാണ്, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ കൂടുതൽ സമയം കുറവിലങ്ങാടാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ കുറവിലങ്ങാട് പള്ളിയിൽ 2ാം വെള്ളിയാഴ്ച കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ചേച്ചി വന്നൊരു സാക്ഷ്യം പറഞ്ഞു. എൻ്റെ പേര് ടിൻഡു, ഞാൻ കലയന്താനി ഇടവകയിൽ നിന്ന് വരുന്നു. കോവിഡ് വന്നതിന് ശേഷം സ്ഥിരമായി ശ്വാസമുട്ടലായിരുന്നു. 2022 ജൂലൈ ആയപ്പോഴത്തേനും ന്യൂമോണിയ പിടിപെട്ട് ലങ്സിന് വെള്ളക്കെട്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ 2.5 ആഴ്ചയോളം അഡ്മിറ്റായി. അതിനുശേഷം 13 ടാബ്ലറ്റോളം 6 മാസക്കാലം കഴിക്കുകയും 6 മാസക്കാലം എല്ലാ ദിവസം 13 ടാബ്ലറ്റ്. അതിനുശേഷം 2 ഇൻഹേലർ, അത് ജീവിതകാലം മുഴുവൻ നിർത്താൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു ഇൻഹേലർ നിർത്താൻ ചിന്തിക്കേണ്ട, 2 ഇൻഹേലർ 2 പഫ് വീതം രാവിലെ വൈകുന്നേരം അടിക്കണം എന്ന് പറഞ്ഞു. ഇൻഹേലർ അതുപോലെ ശ്വാസമുട്ടലായി, ന്യൂമോണിയ എല്ലാം ബാധിച്ച് 10 കിലോയോളം ശരീരം വണ്ണം വെക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറോട് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വണ്ണം വെക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ദിവസം നമ്മൾ ഇൻഹേലർ വലിച്ചില്ലെങ്കിൽ അന്നേരമേ ശ്വാസമുട്ടലുണ്ടാവും. അതെനിക്ക് ഏറ്റവും സങ്കടം, 3 ആൺകുട്ടികളാണ്, അവർക്ക് ഒരക്ഷരം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, പഠിപ്പിക്കാൻ പറ്റത്തില്ല. സംസാരിക്കുമ്പോൾ ഞാൻ ഒത്തിരി 1.5 മണിക്കൂറൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. കൗൺസിലറായിട്ടായിരുന്നു നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സൊക്കെ 1.5 മണിക്കൂർ എടുത്തുകൊണ്ടിരുന്ന ആൾക്ക് 2 സെൻറ്റൻസ് പോലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഒരു 2 സെൻറ്റൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ഉടനെ തന്നെ ചുമയും ശ്വാസമുട്ടലും വരും. തണുപ്പെന്ന് പറയുന്നത് എനിക്ക് ഓർക്കുമ്പം പേടി, ഇങ്ങനെ ചില്ല് കുത്തി കയറുന്ന പോലെ ചങ്കിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ മഴയോ തണുപ്പോ വരുമ്പോൾ. അപ്പം അങ്ങനെ വേറൊരു നടുവിനൊരു പ്രോബ്ലം ആയിട്ടാണ് ഞാൻ 3 മാസം മുമ്പ് തൊട്ട് ഇവിടെ കുറവലങ്ങാട് കൺവെൻഷന് വരാൻ തുടങ്ങി. 2ാം വെള്ളി കൺവെൻഷൻ. അപ്പോൾ ഈ ശ്വാസമുട്ടൽ എന്ന് പറയുന്നത് ഇനി ജീവിതത്തിൽ പോകില്ല എന്ന് ഞാനങ്ങ് എഴുതിയിട്ടു. അതിനുവേണ്ടി ഡോക്ടർമാർ ഓൾറെഡി പറഞ്ഞു, ജീവിതകാലം മുഴുവൻ ഇൻഹേലർ ഉപയോഗിക്കണം, ഇത് മാറില്ല, രാവിലെ വൈകുന്നേരം എടുക്കണം, ഇനിയിപ്പോൾ വണ്ണം വെക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മാറില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി പിന്നെ പ്രാർത്ഥിക്കാറുമില്ല, ഒന്നിനുമില്ല. അപ്പോൾ ഈ നടുവിനൊരു പ്രോബ്ലം വന്ന്, അപ്പോൾ എൻ്റെ ഒരു ഷൈജോ ചേട്ടൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അഞ്ചിരിപ്പള്ളിയിലുള്ള ബ്രദർ വിളിച്ചുകൊണ്ടാണ് എൻ്റെ ഇവിടെ വന്നത്. വണ്ടിക്ക് വരുന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. അവർ വണ്ടി വിളിച്ചിട്ട് ടെമ്പോ ട്രാവലർ വിളിച്ച് അവർ ഒരുമിച്ച് ആൾക്കാരെ കൊണ്ടുവരികയാണ് ഈ 2ാം വെള്ളി കൺവെൻഷൻ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 2ാം വെള്ളി കൺവെൻഷന് ഞാൻ ഈ ഭാഗത്താണ് നിന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ഒട്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കും. പണ്ട് അട്ടപ്പാടിയിലൊക്കെ വരുമ്പോൾ അച്ഛൻ സർവ്വശക്തി എടുത്ത് സ്തുതിക്കാൻ പറയുമ്പോൾ ഞാനായിരുന്നു ആ ഭാഗത്ത് നിൽക്കണതിൽ ഏറ്റവും ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതെനിക്ക് ഒന്ന് വാ തുറക്കുമ്പോഴത്തേനും ഞാൻ നിന്ന് ചുമയ്ക്കുവാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ അറിയാതെ കണ്ണീരിങ്ങ വരാൻ തുടങ്ങി. എനിക്ക് മാത്രം ഈശോയെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ല, ഇങ്ങനെ കണ്ണീരോടെ കരയാൻ തുടങ്ങി. അത് ടോക്കിന് മുമ്പുള്ള പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ സമയത്തായിരുന്നു.
അതിനുശേഷം ടോക്ക് കഴിഞ്ഞു അച്ഛൻ ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ട് പിന്നീടുള്ള ആ ഒരു സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ സ്തുതിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് എനിക്ക് തോന്നിയതായിരിക്കും ഓർത്ത് ഞാൻ കുറേയും കൂടെ ശബ്ദം കൂട്ടി സ്തുതിച്ച് നോക്കി, ചുമയ്ക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ശബ്ദം എൻ്റെ സർവ്വശക്തി എടുത്ത് സ്തുതിച്ച് നോക്കി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ബസ്സേ കയറിയപ്പോൾ ഞാൻ ഷൈജോ ചേട്ടനോട് ഇങ്ങനെ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഓരോരുത്തരും ബസ്സേൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി പിള്ളേരോട് ഒച്ചയിടാനുള്ള ശക്തി കിട്ടിയെന്നാ ഷൈജോ ചേട്ടാ തോന്നുന്നതെന്ന് പറഞ്ഞു. ആ ചെന്ന പിറ്റേ ദിവസം എൻ്റെ തിങ്കളാഴ്ച മക്കൾക്ക് എക്സാം ആയിരുന്നു. 3 മക്കളാണ്, അവർക്ക് എക്സാം ആയിരുന്നു. അവരെ 3 പേരെയും ബഹളം വെച്ച് ഒച്ചയെടുത്ത് പഠിപ്പിച്ചു. 1 മാസമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്തിട്ടില്ല. അത്ഭുതകരമായി കർത്താവ് കൃപ നൽകി അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച ടോക്ക് തുടങ്ങുന്നതിന് മുൻപാണ്. അപ്പോൾ ആ സമയത്ത് കർത്താവ് സുഖപ്പെടുത്തി. എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം സ്തുതിച്ചപ്പോഴാണ് ദൈവമേ അത് കൃപയായി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരൻ, നമ്മളൊരു ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഈ പ്രൈസ് അവാർഡ് നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കണം. നല്ല പരിശുദ്ധാത്മ സഹായത്താൽ കാര്യങ്ങൾ അടിച്ചും സ്തുതിച്ചും പാട്ട് പാടിയൊക്കെ കർത്താവിനെ സ്തുതിക്കും വലിയ അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചാടി എഴുന്നേറ്റ് നിൽക്കാം. നന്നായിട്ട് നിങ്ങൾ സ്തുതിക്കുകയാണ്. ഈശോയുടെ പരിശുദ്ധ രക്തത്തിന്റെ വലിയ ഒരു അഭിഷേകം ശക്തി ഈ സമുദ്ര കർത്താവ് തരും. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല 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 ഹല. കാര്യങ്ങൾ നന്നായി ഉയരട്ടെ. ചെറിയ കുട്ടികളും മുതിർന്നവരും യുവതി യുവാക്കളും പ്രായമുള്ളവരും രോഗികളും ഓരോരുത്തരും തങ്ങളൊക്കെ പശ്ചാത്തല വിധത്തിൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. ശബ്ദം നന്നായി ഉയരട്ടെ. മടി വിചാരിക്കരുത്, നാണം വിചാരിക്കരുത്. അടുത്ത് നിൽക്കുന്നവരെ കുറിച്ച് ചിന്തിക്കണ്ട. നീ കർത്താവ് തന്നെയുള്ളൊരു സമയമാണ്. നന്നായിട്ട് സ്തുതിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മപാലകരുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഈ സമൂഹത്തിന്റെ മേൽ വലിയ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ ഓരോരുത്തരും കഴുകണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കുടുംബങ്ങളെ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ വലിയ പുണ്യങ്ങൾ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചികപ്പെട്ട് വിട്ടുപോകട്ടെ. തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. ഓ കർത്താവേ, അവിടുത്തെ നാമത്തിന്റെ വലിയ ശക്തി ഇപ്പോൾ സമൂഹത്തിലേക്ക് ആവസിക്കട്ടെ. കൈകൾ അടിച്ച് അഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ ദൈവമേ, നാളുകളുടെ പാപബന്ധനങ്ങൾ, മദ്യപാനം, കർത്താവ് പരിമിത ആസക്തികൾ, പാപത്തിന്റെ തഴക്ക ദോഷങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില പൈശാചിക അടിമത്തങ്ങൾ, ലഹരി വസ്തുക്കളുടെ അടിമത്തങ്ങൾ, പുകവലി, കർത്താവേ പലതരത്തിലുള്ള ലൈംഗിക അടിമത്തങ്ങൾ, പോണകിലബി, പൈശാചിക പീഡകൾ യേശു നാമശക്തിയാൽ, യേശു രക്തശക്തിയാൽ ഇപ്പോൾ ബന്ധിക്കുന്ന വിട്ടൊഴിഞ്ഞ് നിപ്പതിക്കട്ടെ. പാപമെല്ലാം മാറിടട്ടെ, അശുദ്ധിയെല്ലാം നീങ്ങിടട്ടെ. പാപമെല്ലാം മാറിടട്ടെ, അശുദ്ധിയെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. By the power of the Holy Blood of Jesus, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഓ കർത്താവേ, രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ രോഗികളുടെ മേലും ഈശോയെ ഇപ്പോൾ കരങ്ങൾ വെക്കണമേ. ശരീരത്തിൽ രോഗമുള്ള ഓരോ ഭാഗങ്ങളിലേക്കും ഈശോയുടെ രക്തം ഒഴുകട്ടെ. ശ്വാസകോശം സൗഖ്യം പ്രാപിക്കട്ടെ. ഹാർട്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അൾസർ രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം
പ്രാപിക്കട്ടെ. തലവേദന യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. ക്യാൻസർ രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യം വരട്ടെ. കൈകാൽ മുട്ട് വേദന യേശുനാമത്തിൽ നീങ്ങട്ടെ. ഓ കർത്താവേ, രോഗക്കിടക്കിലായിരിക്കുന്നവർ, ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചവർ, ഇനി രക്ഷയില്ലാതെ ചിന്തിക്കുന്നവർ, യേശുനാമശക്തിയാൽ യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതകരമായ മുട്ടുതെല്ലാം ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഓ കർത്താവായ ദൈവമേ, സമൂഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, കോപ സ്വഭാവം, വെറുപ്പ്, വൈരാഗ്യം, ദേഷ്യം, പൊട്ടിത്തെറിക്കൽ, കർത്താവ് കുടുംബത്തെ ശല്യം ചെയ്യുന്ന, കുടുംബത്തിന്റെ ബന്ധങ്ങളെ തകടം മറിക്കുന്ന പൈശാചിക തിന്മകൾ കുടുംബങ്ങളിൽ വിട്ടോട് നിത്യാന്യം നിബന്ധിക്കട്ടെ. കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. സമൂഹത്തെ ചിഹ്നമാക്കുന്ന അരൂപികളെ ബന്ധിക്കുന്നു. തിന്മയെല്ലാം നീങ്ങിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. കൈ ഉയർത്തി. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി, ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, ഈശോയേ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ തിരുരക്തത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ, യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ, യേശുവിന്റെ വചനത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ തിരുസഭയുടെ അധികാരത്തിന്റെ ആശ്രമിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, സമൂഹങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, വ്യക്തികൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ജീവനാണോ മരണമാണോ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്? ജീവനാണോ മരണമാണോ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്? Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഇത്രയും വർഷക്കാലം ജീവിച്ചിട്ട് എന്തുണ്ട് കൈവശം? ജീവനാണോ മരണമാണോ? ദൈവവചനപ്രകാരം ഒരു വ്യക്തി എന്തിനെ സ്വന്തമാക്കുന്നോ അതിനനുസരിച്ചാണ് ജീവിതത്തിൽ അനുഗ്രഹവും പരാജയവും. Praise the Lord. Praise the Lord. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 17-ാം തിരുവചനം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 15:17 നമുക്ക് വായിക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുൻപിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. Praise the Lord. Praise the Lord. അപ്പൊ കർത്താവ് ഒരു ഓപ്ഷൻ വെച്ചിരിക്കുകയാണ്. ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുക്കാം. നീ എന്ത് തിരഞ്ഞെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗധേയം നിർണയിക്കപ്പെടും. ഹല്ലേലൂയാ. Hallelujah. Praise the Lord. Praise the Lord. മരണം തിരഞ്ഞെടുത്താൽ അതിനോടനുബന്ധിച്ചുള്ള സംഗതി, ജീവൻ തിരഞ്ഞെടുത്താൽ അതിനോടനുബന്ധിച്ചുള്ള സംഗതി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിന്റെ തിരഞ്ഞെടുപ്പ് ചിലപ്പോൾ നിന്നെ മരണത്തിലേക്ക് എത്തിക്കും.
തെരഞ്ഞെടുപ്പ് നിന്നെ ജീവനിലേക്ക് എത്തിക്കാം. യേശയ്യാ പ്രവചനത്തിൽ 66 അധ്യായത്തിൽ 4 തിരുവചനം, ബുക്ക് ഓഫ് ഐസയാ ചാപ്റ്റർ 66 വേഴ്സ് 4. ഞാൻ അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും, അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും. കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല, ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല. അവരെൻ്റെ ദൃഷ്ടിയിൽ തിന്മയായത് പ്രവർത്തിച്ചു, എനിക്ക് അനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് കാലക്രമേണ ദൈവവും അവർക്ക് വേണ്ടി ചിലത് തിരഞ്ഞെടുക്കുകയാണ്. ഇതാ ഇവർക്ക് വേണ്ടി ചില പീഡനങ്ങൾ ദൈവം അനുവദിക്കുകയാണ്, ഇവർക്ക് വേണ്ടി ചില അവസ്ഥകൾ ദൈവം അനുവദിക്കുകയാണ്. എന്താ കാരണം? കർത്താനാത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ വിളി കേട്ടില്ല, എനിക്ക് അനിഷ്ടമായതാണ് അവർ തിരഞ്ഞെടുത്തത്. ഉദാഹരണം പറയാം, കർത്താവിൻ്റെ ആത്മാവ് ഒരു ധ്യാനം കൂടാൻ വേണ്ടി നമ്മളെ വിളിച്ചു, നമ്മൾ വിളി കേട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? ആ സമയത്ത് വലിയ ആഡംബരത്തിനും വിരുന്നിനും എക്സ്കർഷനും ടൂറിനും പരിപാടികൾക്കും പോയി സമയം ചെലവഴിച്ചു. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു. ആ സമയത്ത് ആൾക്കാരോട് കമ്പനി കൂടാനും 100 കാര്യങ്ങളുടെ പിന്നാലെ പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ആത്മാവ് ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ വേണ്ടി വിളിച്ചു, അടുക്കള കുമ്പസാരിക്കാൻ വേണ്ടി വിളിച്ചു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വേറെ നമുക്കിഷ്ടപ്പെട്ട സിനിമയ്ക്ക് പോകല്, അല്ലെങ്കിൽ വേറെ ഒരുപാട് സൊള്ളിയടിക്കുന്ന പരിപാടികൾ തിരഞ്ഞെടുത്തു. ഒരു കാലഘട്ടത്തിൽ ദൈവം വിളിച്ചപ്പോൾ വിളി കേൾക്കാതെ ദൈവഗതത്തിന് വിരുദ്ധമായ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഓർക്കണം, ദൈവവും ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടി തുടങ്ങും. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം നമ്മുടെ ജോലിയുടെ സമയമായി, ബിസിനസ്സിൻ്റെ സമയമായി, വിവാഹത്തിൻ്റെ സമയമായി, പിന്നെ അവസാനം ഇതെല്ലാം കഴിഞ്ഞ് മരണത്തിൻ്റെ സമയമായി. ദൈവം ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു അന്യനെ പോലെ നിൽക്കുന്നത് പോലെ തോന്നും നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരാൾ എന്ത് സ്വന്തമാക്കി വെച്ചിരിക്കുന്നോ, എന്ത് തെരഞ്ഞെടുക്കുന്നോ, അതിനനുസരിച്ച് അവരുടെ ജീവിതം നിർണ്ണയിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 20 അധ്യായത്തിന്റെ 3 തിരുവചനം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 20 വേഴ്സ് 3 നമുക്ക് വായിക്കാം. ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമേലെക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു, കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ്. അബ്രാഹത്തിന്റെ സഹോദരിയാണ് സാറ എന്നുള്ള ധാരണയിൽ ഒരു പരിധിവരെ ശരി തന്നെയാണ് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ. എന്ന് പറഞ്ഞാൽ അവിടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അബീമേലെക്ക് രാജാവ് ആ കാര്യം തിരിച്ചറിയാം, അബ്രാഹത്തിൻ്റെ ഭാര്യയാണ് സാറായി എന്ന് തിരിച്ചറിയാതെ ഈ സാറായിയെ സ്വന്തമാക്കി അവളെ പ്രാപിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം അവനെ തടയുകയാണ്. എന്നിട്ട് പറയാണ്, നീ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ പിണമാകാൻ പോകുന്നു, നീ പിണം ശാപമാകാൻ വേണ്ടി പോകുന്നു. എന്താ കാരണം? സ്വന്തമാക്കിയിരിക്കുന്ന നിമിത്തം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതത്തിന്, വിവാഹ ജീവിതത്തിൻ്റെ വെളിയിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ചാറ്റിങ്, അതും ഇതുമൊക്കെ സ്വന്തമാക്കി വെച്ചാൽ അത് നിമിത്തം നശിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നവർക്ക് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദൈവം വേറെ ചിലത് തിരഞ്ഞെടുക്കുമെന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോളേജിലെ ക്യാമ്പസുകളും പലതരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ ചെന്ന് ചാടി എല്ലാവിധത്തിൻ്റെ ശരീരത്തിൻ്റെ മ്ലേച്ഛതകളും മുഴുവൻ ഓർക്കണം, എന്താ സ്വന്തമാക്കിയിരിക്കുന്നത്. സാമുവേൽ പ്രവചനത്തിൽ 2 പുസ്തകത്തിൽ 12 അധ്യായത്തിന്റെ 10 തിരുവചനം, എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. വീണ്ടും ആവർത്തിച്ച് പറയുക, നീ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ തുടർച്ചയായിട്ട് ചില വാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒഴിവായി പോകുന്നില്ല. ഒരു വാള് കഴിയുമ്പോൾ അടുത്ത വാള്, അത് കഴിയുമ്പോൾ അടുത്തത്, ഒന്നിന് പിന്നാലെ മറ്റൊന്ന്. ചിന്തിക്കണം, ആവശ്യമില്ലാത്ത എവിടെയെങ്കിലും എന്തെങ്കിലും സ്വന്തമാക്കി, വ്യക്തികൾ സ്വന്തമാക്കി വെച്ച് ചിന്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജോഷുവയുടെ പുസ്തകത്തിൽ 7 അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ,
ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോടുകൂടി വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചേർത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുമ്പിൽ തോറ്റ് പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങളെടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുകയല്ല. ജോഷുവയോട് കർത്താവിൻ്റെ ആത്മ വെളിപ്പെടുന്ന വചനമാണിത്. എൻ്റെ സഹോദരങ്ങളെ, ദൈവഗതമല്ലാത്ത ഒരു പിടി മണ്ണ്, അത് അയൽക്കാരൻ്റെ ആണെങ്കിലും സഹോദരൻ്റെ ആണെങ്കിലും പല കേസും തട്ടുമ്പോൾ നടത്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത് വെച്ചാൽ, സ്വന്തമാക്കിയത് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ നിനക്കെതിരെ വരുന്ന ഒരുപാട് അനർത്ഥങ്ങളെ യേശുവിന്റെ നാമത്തിൽ തടഞ്ഞു നിർത്തേണ്ട നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആരെ ആശ്രയിച്ചാലും കാര്യമില്ലാതെ ഒരു നിഷിദ്ധ വസ്തു പോലെ നശിപ്പിക്കപ്പെടാനുള്ള നിഷിദ്ധ വസ്തു പോലെ ആകുന്ന അവസ്ഥ. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മക്കബാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ തിരുവചനം. എൻ്റെ സഹോദരങ്ങളെ, അവിടെ പഴയ നിയമത്തിലെ മക്കബയോ അവർ നല്ല വീരശൂര പരാക്രമികൾ ഒരു യുദ്ധത്തിൽ അവിചാരിതമായി പരാജയപ്പെടുകയാണ്. എവിടെയാണ് പ്രശ്നം? എന്നിട്ട് ഈ മരിച്ചവരെ അടക്കാൻ വേണ്ടിയിട്ട് അവർ യുദ്ധത്തിൽ മരിച്ചവരെ അടക്കാൻ വേണ്ടിയുള്ള അതെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കും. അവർ ചില കാര്യങ്ങൾ കാണുകയാണ്. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. യഹൂദർക്ക് അത് ധരിക്കാൻ നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും മനസ്സിലായി. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ അത് ഒന്നാം പ്രമാണ ലംഘനപരമായ അന്യ ദൈവന്മാരുടെ പൂജകളോ ക്രിയകളോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഓരോ തകിടും ഏലസും ഓരോ സാധനങ്ങളും എൻ്റെ സഹോദരങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു സമയം കഴിയുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ തകർച്ച ഏത് വഴിക്ക് വന്ന് കയറുമെന്ന് പറയാൻ പറ്റില്ല. ഹോസിയ പ്രവചനത്തിൽ 9:10 വചനം വെളിപ്പെടുത്തുകയാണ്. അവർ സ്നേഹിച്ച വസ്തുവിനെ പോലെ അവർ മ്ലേച്ഛരായിട്ട് തീർന്നു. അതുകൊണ്ട് നമ്മൾ നോക്കണം, നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് നോക്കണം. നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് നോക്കണം. ഏതെങ്കിലും വ്യക്തികളുമായി നമ്മുടെ ഹൃദയം ഉടക്കി കിടക്കുന്നുണ്ടോ? ആവശ്യമില്ലാത്ത സമ്പത്ത് നമ്മുടെ ഹൃദയം ഉടക്കി കിടക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഇതേപോലെ ഒന്നാം പ്രമാണ ലംഘനപരമായ അവിശ്വാസ കുരുക്കുകളിൽ നമ്മുടെ ഹൃദയം ഉടക്കി കിടക്കുന്നുണ്ടോ? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതാണ് സഹോദരങ്ങളെ, എന്താണ് നമ്മൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്? മരണമാണോ ജീവിതത്തിൽ ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി ഇതിന്റെ മറുവശം, എങ്ങനെയാണ് ഒരു വ്യക്തി ജീവൻ സ്വന്തമാക്കുന്നത്? മരണമാണോ ജീവനാണോ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ചോദ്യം. എങ്ങനെയാണ് ജീവൻ സ്വന്തമാക്കുന്നത്? യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 11-12 തിരുവചനങ്ങൾ. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഇതാ അവിടെ നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു. ഈ നിത്യജീവൻ, ഈ ജീവൻ ആരിലാണ്? യേശുക്രിസ്തുവിലാണ്, ഈശോ മിശിഹായിലാണ്. അതുകൊണ്ട് ഈശോ മിശിഹായെ സ്വന്തമാക്കിയവന്, ഈശോയെ സ്വന്തമാക്കിയവനെ എൻ്റെ സഹോദരങ്ങളെ ജീവനുള്ളൂ. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അതുകൊണ്ട് നമ്മൾ എന്താ സ്വന്തമാക്കിയിരിക്കുന്നത്? ജീവൻ സ്വന്തമാക്കാന്ന് പറഞ്ഞാൽ ഈശോയെ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വന്തമാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഫിലിപ്പി ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ ശ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പറ്റി ഞാൻ സകലതും നഷ്ടപ്പെടുത്തി ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിന് അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ബാക്കി സ്വന്തമായിരുന്നതെല്ലാം ഉപേക്ഷിക്കണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കുമ്പോൾ പിന്നെ ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ അതിനെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്,
22, 24, 26 സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിൽ നിന്ന് എറിയുമെങ്കിൽ സർവശക്തൻ നിനക്ക് സ്വർണം വിലപിടിച്ച വെള്ളിയുമാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയല്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനത്തിലാണത്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. ധനികനായ യുവാവ് കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടി വന്നു. അവന് കർത്താവിനെ സ്വന്തമാക്കാൻ പറ്റിയില്ല. എന്താ കാരണം? അവന്റെ സമ്പത്ത് ഉപേക്ഷിക്കാൻ റെഡിയല്ല. അനനിയാസും സഫീറയും കർത്താവിനെ സ്വന്തമാക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് സാധിച്ചില്ല. എന്താ കാരണം? അവരുടെ സമ്പത്ത് ഉപേക്ഷിക്കാൻ റെഡിയല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടത്, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കണം ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണം. നമുക്കൊരു TV കാണലിനേക്കാൾ, ഒരു സിനിമ കാണുന്നതിനേക്കാൾ, ഒരു ഗ്യാതറിങ്ങിനേക്കാൾ, ഒരു സംഗതിയേക്കാൾ വലുതായിട്ട് യേശുവിനെ കണ്ടിട്ട് അങ്ങനത്തെ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചാലാണ് പ്രാർത്ഥനയിലും കൃപയിലും വചനത്തിലും വളരാൻ പറ്റുള്ളൂ. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തമാക്കി നശിക്കരുത്. ഓരോന്ന് സ്വന്തമാക്കി നശിക്കരുത്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവനാണ് ജീവൻ സ്വന്തമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ആ വചനം നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 14:33 ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സമായിട്ടുണ്ടോ അത് മുഴുവൻ ഉപേക്ഷിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വിളിക്കുന്നു. ആമേൻ. Amen. ഫിലിപ്പി ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 തിരുവചനങ്ങളിൽ പൗലോസ്ലീഹ പറയുകയാണ്. പൗലോസ്ലീഹ യേശുവിനെ സ്വന്തമാക്കാൻ ഒരുപാട് ആഗ്രഹമാണ്. സ്ലീഹ പറയും, എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല, പക്ഷെ ഞാൻ തീവ്രമായിട്ട് പരിശ്രമിക്കുകയാണ്. തുടർന്ന് സ്ലീഹ പറയുകയാണ്, പക്ഷേ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഞാനൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ബാക്കിയുള്ളതെല്ലാം, ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും വിട്ട്, ആഗ്രഹങ്ങളും ചിന്തകളും വ്യക്തികളും വസ്തുക്കളും സ്ഥാനങ്ങളും സ്ഥലങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒറ്റ ലക്ഷ്യം വെച്ച് ഞാൻ ഓടുകയാണ്. കരങ്ങൾ തുറന്നു പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഈ ഒരാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ. ബാക്കി ഈശോ ചെയ്യും. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. എന്നെ പൂർണ്ണമായി പരിപൂർണമായി നാഥാ ഞാൻ ഏകിടുന്നു. എന്നെ പൂർണ്ണമായി പരിപൂർണമായി നാഥാ ഞാൻ ഏകിടുന്നു. എന്നെ അങ്ങേനായി മാറ്റണമേ, എന്നെ അങ്ങേനായി മാറ്റണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ അങ്ങേനായി മാറ്റണമേ. കൊണ്ട് ആഗ്രഹിക്കുക, ദാഹിക്കുക. എന്നെ അങ്ങേനായി മാറ്റേ. ഈ ഒരൊറ്റ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ലോകമോഹങ്ങളെ ഉപേക്ഷിക്കാൻ കൃപ ചൊരിയണമേ.